ഇടതിന് നഷ്ടം 26 സീറ്റ് എന്ന് പറയുന്നത് കുറേയും കൂടി കോൺക്രീറ്റ് ആയ ഒരു എന്താ പറയുക വിശകലനത്തിലേക്കാണ് വന്നത്. ഇനി നാളെ കൂടിയുണ്ട്. നാളെ കൂടി കഴിയുമ്പോൾ മാത്രമേ എന്താണ് കേരളത്തിലെ അവസ്ഥ എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഏതിലൂടെ? മാതൃഭൂമിയുടെ സർവേയിലൂടെ. മാതൃഭൂമിയുടേതായ താല്പര്യങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. എങ്കിലും 26 സീറ്റാണ് LDFന് നഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ സർവേയിലേക്ക് കടക്കുന്നതിന് മുമ്പേ പതിവ് പോലെ 2-3 ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതായത് രണ്ടാം പിണറായി വിജയൻ മന്ത്രിസഭയിലെ മികച്ച മന്ത്രി ആര് എന്നുള്ളത് വളരെ കൗതുകകരമായ ചോദ്യമാണ് കേട്ടോ. പിണറായി വിജയൻ മന്ത്രിസഭയിൽ, ഈ രണ്ടാം മന്ത്രിസഭയിൽ ഏറ്റവും മികച്ച മന്ത്രി ആര്? അങ്ങനെ മികച്ച മന്ത്രിമാരൊന്നും ഇല്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അല്ലേ. ഏതാ മികച്ച മന്ത്രി ആരിപ്പോ? ഇതിലെ മികച്ച മന്ത്രി ആരാണ്? ഈ മൂക്കില്ലാ രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്ന് പറഞ്ഞ പോലെ മുറിമൂക്കുള്ള ആൾക്കാരെയാണ് നമ്മൾ ഇനി തെരഞ്ഞെടുക്കാനുള്ളത്. കാരണം ആർക്കും മൂക്കില്ലല്ലോ. അങ്ങനെയുള്ളൊരു അവസ്ഥയാണ് നമുക്കെങ്കിലും. മാതൃഭൂമിയുടെ ഒരു സർവേ റിപ്പോർട്ട് പ്രകാരം മികച്ച മന്ത്രി ഗണേഷ് കുമാറാണ് കേട്ടോ. KB ഗണേഷ് കുമാറാണ് മികച്ച മന്ത്രി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂക്കില്ലാ രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് ഗണേഷ് കുമാറിന് എത്ര ശതമാനം ഉണ്ട്? 24.17% KB ഗണേഷ് കുമാറിന്. രണ്ടാം സ്ഥാനം നമ്മുടെ ശിവൻകുട്ടിക്കാണ്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിക്ക് ആണ് രണ്ടാം സ്ഥാനം കൽപ്പിച്ചു കൊടുത്തത്. അത് എത്ര ശതമാനം അറിയോ? 19.38%. ഇനി മൂന്നാം സ്ഥാനമാണ് മുഹമ്മദ് റിയാസിന്. മുഖ്യമന്ത്രിയുടെ സ്വന്തം മരുമോൻ 3ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടണം കേട്ടോ. റിയാസിന്റെ വിചാരം തനിക്കാണ് 1ാം റാങ്ക് എന്നൊക്കെയാണ്. പക്ഷേ 1ാം റാങ്ക് ഗണേഷ് കുമാർ തട്ടിക്കൊണ്ടുപോയി. 2ാം സ്ഥാനം ആര്? നമ്മുടെ ശിവൻകുട്ടിയും. 3ാം സ്ഥാനമാണ് റിയാസിനും. ഇനി വേണമെങ്കിൽ റിയാസിനും ഗണേഷ് കുമാറിനും വേറൊരു കാര്യത്തിൽ മത്സരിക്കാം. അതിലാർക്കാണ് 1ാം സ്ഥാനം? ഏത് സംഭവം മനസ്സിലായില്ലേ? സ്ത്രീ പീഡന രംഗത്ത്, സ്ത്രീകളെ പീഡിപ്പിച്ച രംഗത്ത് ആരാണ് 1ാം സ്ഥാനത്തുള്ളത്? അത് മുഹമ്മദ് റിയാസ് ആണോ KB ഗണേഷ് കുമാറാണോ? ആർക്കായിരിക്കും 1ാം സ്ഥാനം? ആർക്കായിരിക്കും? അത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി കേട്ടോ. അത് നിങ്ങൾ തീരുമാനിക്കുക. കാരണം PM മുഹമ്മദ് റിയാസിനെതിരെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഭാര്യ സമീഹ കോഴിക്കോട് കുടുംബ കോടതിയിൽ നൽകിയ ഒരു റിപ്പോർട്ട് ഇപ്പോഴും സോഷ്യൽ മീഡിയയിലുണ്ട്. കാര്യമൊക്കെ പിന്നെ സബൂറാക്കി. അതിൽ വളരെ കൃത്യമായി PM മുഹമ്മദ് റിയാസ് എങ്ങനെയായിരുന്നു തൻ്റെ ആദ്യ ഭാര്യയോട് എത്ര ക്രൂരമായിട്ടാണ് അവരോട് പെരുമാറിയത്. ഇന്നലെ വനിതാ ദിനം കഴിഞ്ഞു പോയിട്ടുള്ളൂ കേട്ടോ. അവരേതൊക്കെ രീതിയിലാണ് മുഹമ്മദ് റിയാസ് പീഡിപ്പിച്ചത്. സ്ത്രീധനത്തിൻ്റെ പേരിൽ പിന്നെന്താ പറയേണ്ടത്, നിന്നെക്കാളും നല്ല പെണ്ണുങ്ങളെ 50 റുപ്യൊക്കെ എനിക്ക് പാളയത്ത് കിട്ടും എന്നൊക്കെ പറയുന്ന മുഹമ്മദ് റിയാസിനെ നമ്മൾ ആ ഒരു മുൻ ഭാര്യ നൽകിയ റിയാസിനെതിരായ ആ പരാതിയിലൂടെ നമുക്കറിയാം. KB ഗണേഷ് കുമാറിന്റെ കാര്യം നമുക്ക് പറയാറില്ലല്ലോ. എനിക്ക് എൻ്റെ ഭാര്യ അത്രമാത്രം വിശ്വാസമായതുകൊണ്ട് ഇവൻ എൻ്റെ മോനാണ് എന്ന് ഞാൻ സമ്മതിക്കുന്നു എന്ന് ബാലകൃഷ്ണപിള്ള പറഞ്ഞതാണ്. അതിനും അങ്ങേപ്പുറത്തേക്ക് ഇല്ലല്ലോ. പിന്നെ അടി കിട്ടിയ കാര്യം നമുക്കറിയാം, അറിയാം, ഗണേഷ് കുമാറിന്റെ ഭാര്യ പറഞ്ഞ കാര്യങ്ങൾ അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പൊ രണ്ടു കൂട്ടരും എനിക്ക് തോന്നുന്നു ട്രോഫി രണ്ടു കൂട്ടരും ചേർന്ന് പങ്കിടുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഏതായാലും പോട്ടെ. ഇനി 4ാം സ്ഥാനം ആരാണെന്ന് അറിയോ? നമ്മളെ വീണ് കിടക്കുന്ന ജോർജിനാണ് 4ാം സ്ഥാനം. അഭിനയത്തിലല്ല നോക്കണം. അഭിനയത്തിൽ 1ാം സ്ഥാനം തന്നെ. ആരെയും അല്ലെങ്കിൽ ആർക്കും വിട്ടുകൊടുക്കില്ല ആ സ്ഥാനം. 4ാം സ്ഥാനമാണ് അത്രയും മികച്ച മന്ത്രി. 5ാം സ്ഥാനം പി രാജീവിനാണ് 5ാം സ്ഥാനം. ഭൂമിക്കടിയിൽ വാതക ബോംബ് എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ ഭീതിയിലാക്കും. ഇപ്പം വാതക ബോംബ് നമ്മളെ ബോംബാണ് എന്ന് പറഞ്ഞു കണ്ട് അഭിനയിക്കുകയും ചെയ്യുന്ന മറ്റൊരു അഭിനവ രാവണൻ, അയാളാണ് പി രാജീവ് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് 1, 2, 3, 4, 5 സ്ഥാനക്കാരാണ് മറന്നുപോയത്. ഏറ്റവും മികച്ച മന്ത്രി ഗണേഷ് കുമാർ, 2ാം സ്ഥാനം ശിവൻകുട്ടി, 3ാം സ്ഥാനം മുഹമ്മദ് റിയാസ്, 4ാം സ്ഥാനം വീണ ജോർജ്, 5ാം സ്ഥാനം പി രാജീവ്. ഇപ്പം തന്നെ മനസ്സിലായല്ലോ ഏറ്റവും മികച്ച 5 മുതലുകൾ. ഇനി ബാക്കി ഇങ്ങനെ ക്രമത്തിലുണ്ട് കേട്ടോ. 5 സ്ഥാനങ്ങൾ ഞാൻ പറഞ്ഞു. 6ാം സ്ഥാനം കെ രാജനാണ് 6ാം സ്ഥാനം. 7ാം സ്ഥാനം KN ബാലഗോപാൽ, 8ാം സ്ഥാനം MB രാജേഷ്, അടുത്തത് K കൃഷ്ണൻകുട്ടി, പിന്നെ അബ്ദുറഹ്മാൻ, പിന്നെ സജി ചെറിയാൻ, പിന്നെ P പ്രസാദ്, GR അനിൽ, റോഷി അഗസ്റ്റിൻ, ഏറ്റവും അവസാനം AK ശശീന്ദ്രൻ. ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ ഇങ്ങനെയൊക്കെയാണ് മാതൃഭൂമി ഈ സർവേയിൽ തെളിഞ്ഞ മന്ത്രിമാരുടെ റാങ്കിങ്. ഇനി മാതൃഭൂമി കോർ അഭിപ്രായ സർവേയിൽ ഇതുവരെ പുറത്തു വന്ന ഫലം കണക്കിലെടുക്കുമ്പോൾ LDFന് നിലവിലുള്ള 26 സീറ്റ് നഷ്ടം വരും. അപ്പൊ നിലവിലുള്ള 26 സീറ്റ്
LDF നഷ്ടം വരും. എന്തായാലും UDF സീറ്റൊന്നും LDF പിടിച്ചെടുക്കാൻ പോകുന്നില്ല. തൽക്കാലം LDF കയ്യിലുള്ള 26 സീറ്റ് ഇതുവരെ എന്ന് പറയാൻ നാളത്തെ കാര്യങ്ങൾ ഇനി നമ്മൾ അറിയാൻ പോകുന്നേ ഉള്ളൂ. ഇതുവരെയുള്ള സംഭവം അനുസരിച്ച് 26 സീറ്റ്. അപ്പൊ 100 99 തോന്നുന്നു അല്ലേ? 100 26 കൂടി പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവും? 74. ഇപ്പൊ തൽക്കാലം 74 നിൽക്കുന്നത് കേട്ടോ. ഇപ്പൊ ഒരു സേഫ് പൊസിഷനാണ്. പക്ഷെ നാളത്തെ സർവേ കൂടി വന്നു കഴിഞ്ഞാൽ എന്താവും സ്ഥിതി എന്ന് സഖാക്കന്മാർക്ക് അറിയാം. അപ്പൊ ഏതായാലും 26 സീറ്റ് പോയി. ഭരണ മികവ് കൊണ്ട്, കാരണഭൂതത്തിന്റെ ഭരണ മികവ് കൊണ്ട് 26 സീറ്റ് ഡിം. ഇതുവരെയുള്ള ഫലമനുസരിച്ച് LDFന് 48 മുതൽ 56 സീറ്റും UDF 48 മുതൽ 57 സീറ്റും NDAക്ക് 0 മുതൽ 1 സീറ്റുമാണ് സർവേ പ്രവചിക്കുന്നത്. ഇതുവരെയുള്ള ഇവരുടെ സർവേ ഫലം അങ്ങനെയാണ്. ഇനി വേറൊരു ചോദ്യം ചോദിച്ചത് കേട്ടോ. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വോട്ടിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം സ്വാഭാവികമായും അടുത്ത് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ എന്തായിരിക്കും ഈ വോട്ടിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം? അപ്പോൾ അതിൽ പറയുന്നത് വിലക്കയറ്റത്തിൽ അറിയാമോ? വിലക്കയറ്റത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വിലക്കയറ്റമുള്ള സംസ്ഥാനം കേരളമാണ് കേട്ടോ. കഴിഞ്ഞ ഒരു വർഷമായി തുടരുകയാണത് കേരളത്തിന്റെ 1ാം സ്ഥാനം വിലക്കയറ്റത്തിൽ. ഇതൊന്നും ആരും പറയാറില്ല. ഇതൊന്നും ആരും പ്രതിപക്ഷം പോലും ഇടതുപക്ഷത്തെ ആഞ്ഞടിക്കാൻ ഈ ഒരു വിലക്കയറ്റം അവര് എടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം കേട്ടോ. ഇതുകൊണ്ടൊക്കെയാണ് പിണറായി വിജയൻ സർക്കാർ ഇങ്ങനെ അഹങ്കരിക്കുന്നത്. ഞങ്ങളെന്തോ വലിയ സംഭവം. എടോ, ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വിലക്കയറ്റമാണ് കേട്ടോ. അതിൽ 1ാം സ്ഥാനത്ത് നമ്പർ വൺ. ഏതിലും നമ്പർ 1? വിലക്കയറ്റത്തിൽ നമ്പർ 1. വലിയ ബോർഡ് വെക്കണം കേട്ടോ. വലിയ ബോർഡ് വെക്കണം. ഇപ്പൊ ആരോഗ്യരംഗത്ത് നമ്പർ 1, മറ്റേ എന്താ പറയാ, പാലത്തിൽ നമ്പർ 1, കൃഷിയിൽ നമ്പർ 1, വ്യവസായത്തിൽ നമ്പർ 1 അല്ലേ? എല്ലാത്തിലും നമ്പർ 1 ആണ്. വിദ്യാഭ്യാസത്തിൽ നമ്പർ 1. വിലക്കയറ്റത്തിൽ എന്താ നമ്പർ 1 വെക്കാത്തത്? അതാണ് അംഗീകരിക്കപ്പെട്ട കണക്ക്. ഈ വിലക്കയറ്റത്തിൽ നമ്പർ 1. പക്ഷെ അത് മാത്രം വെക്കില്ല. ഏതായാലും വിലക്കയറ്റത്തിൽ ഇവരുടെ സർവേ അനുസരിച്ച് വിലക്കയറ്റത്തിൽ 6.56 എന്ന് പറഞ്ഞ ഒരു 6% ആൾക്കാർ മാത്രമേ ഈ വിലക്കയറ്റം ഒരു പ്രശ്നമായി കരുതുന്നുള്ളൂ. ബാക്കി 94% ആൾക്കാർക്ക് വിലക്കയറ്റം ഒരു പ്രശ്നമല്ല. അഴിമതി, അത് 10% ആൾക്കാർക്ക് അഴിമതി ഒരു പ്രശ്നമുള്ളൂ. സ്ഥാനാർത്ഥിയുടെ മികവ് അത് ഒരു 9.65. സ്ഥാനാർത്ഥിയുടെ മികവ്, നല്ല സ്ഥാനാർത്ഥിയാണെങ്കിൽ രാഷ്ട്രീയ ഭേദമന്യേ ആ സ്ഥാനാർത്ഥി വോട്ട് ചെയ്യുന്നത് എത്ര ശതമാനമാണ്? 9%. ഇനി രാഷ്ട്രീയം മാത്രം നോക്കി വോട്ട് ചെയ്യുക എന്നുള്ളത് 13%. 13% ആൾക്കാർ രാഷ്ട്രീയം മാത്രം നോക്കിയിട്ട് വോട്ട് ചെയ്യുക. ചില അന്തം കമ്മികളൊക്കെ നോക്കി തന്നെയില്ലേ ഏത് സ്ഥാനാർത്ഥി നോക്കില്ല. നമ്മൾ അരിവാൾ കത്രിയ നക്ഷത്രം ആർക്കാണോ അവർക്ക് വോട്ട് ചെയ്യുന്ന ടീം എത്രയാണ്? 13%. ജാതി മതമൊക്കെ നോക്കിയിട്ട് വോട്ട് ചെയ്യുന്നത് 0.93. 1% പോലും ഇല്ല അത്രേ ജാതി മതം. എങ്കിലും നമ്മുടെ ഈ സർവേയുടെ ഒക്കെ പൊള്ളത്തരാണ് കേട്ടോ. എങ്കിലും കേരളത്തിൽ ഓരോ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ കൃത്യമായ ജാതി മതമൊക്കെ നോക്കിയിട്ടേ വിപ്ലവ പാർട്ടികൾ പോലും സ്ഥാനാർത്ഥികളെ നിർത്തുകയുള്ളൂ കേട്ടോ. പക്ഷെ ഇവർ പറയുന്നത് എന്താണ്? ഒരാൾ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ 1% നമ്മളെ ജാതിക്കാരനാണല്ലോ, അതുകൊണ്ട് നമുക്ക് വോട്ട് ചെയ്താളാ, നമ്മളെ മതമാണല്ലോ, അതുകൊണ്ട് ഒരു വോട്ട് ചെയ്താളാ എന്ന് വിചാരിക്കുന്ന ആൾക്കാർ 1%. എനിക്ക് തോന്നുന്നു 1% ഒന്നും ആയിരിക്കില്ല കേട്ടോ. 1% ആയിരിക്കില്ല. പക്ഷെ ഈ സർവേയിൽ എങ്ങനെയാണ് പറയുന്നത്? 1%. ഇനി വികസനം 36% ആൾക്കാർ വികസനമാണ്. അതായത് ഒരു രാഷ്ട്രീയ പാർട്ടി വികസനം കൊണ്ടുവരും, അതവർക്ക് വിശ്വാസം വേണം. ഈ പാർട്ടി വികസനം കൊണ്ടുവരും. അതിൽ 36%. ഇവിടെയാണ് നരേന്ദ്രമോദി വളരെ കൃത്യമായി, അല്ലെങ്കിൽ BJP വളരെ കൃത്യമായി ലക്ഷ്യം വെക്കുന്നത് കേട്ടോ. അവരുടെ അജണ്ട എന്ന് പറഞ്ഞാൽ വികസനമാണ്. അപ്പൊ വികസനത്തിലെ 36% ആൾക്കാർ വികസനമാണ് ഏറ്റവും പ്രധാനമായി കാണുന്നത്. പിന്നെ മാറ്റം ആഗ്രഹിക്കുന്നു എന്ന് കരുതുന്ന ആൾക്കാർ 16% ഉണ്ട് കേട്ടോ. ഒരു മാറ്റം വേണം. ഇവരിനിപ്പോ നല്ലായാലും വേണ്ടില്ല, ചീത്തയായാലും വേണ്ടില്ല, അടുത്ത പ്രാവശ്യം ഇവർ വേണ്ട, വേറെ ഒരു എന്താ പറയാ മുന്നണി വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നത് 16%. തൊഴിലില്ലായ്മ 2.92, ഏതാണ്ട് 3%. തൊഴിലില്ലായ്മ ഒരു വലിയ പ്രശ്നമായി കരുതുന്നത്. ഇനി ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ വിവാദങ്ങൾ അത് 3.16 ഉണ്ട് കേട്ടോ. 3.16 ശബരിമല സ്വർണ്ണക്കൊള്ള അത് മനസ്സിലുണ്ടാവും ഇവരുടെ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ. ഇനി ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി ബാന്ധവം, നമ്മളെ UDFനെതിരെ ആരോപിക്കുന്നതാണല്ലോ ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി ബാന്ധവം, അത് 0.15 ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആരും മൈൻഡാക്കില്ല എന്നർത്ഥം. ഇനി ഈ സർവേ അനുസരിച്ച് 35 മണ്ഡലങ്ങളിലെ ഈ സർവേ അനുസരിച്ച് ഇനി കഴിഞ്ഞ 3 ദിവസമായിട്ട് അറിയാലോ 35 105 മണ്ഡലങ്ങൾ പൂർണ്ണമായ, ഇനിയാണ് 35 വരാനുള്ളത്.
അപ്പൊ ഇതിന് ഇവർ പറയുന്നത് LDF സാധ്യതയുള്ള മണ്ഡലങ്ങളാണ് കല്യാശ്ശേരി, ധർമ്മടം, നമ്മളെ ക്യാപ്റ്റന്റെ ധർമ്മടത്ത് പ്രശ്നമാണ്. ഞാൻ പറയാം, അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ധർമ്മടത്ത് എന്താണ്, ധർമ്മടത്ത് പിണറായി വിറക്കുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം അവിടെ BJPയുടെ ഒരു അദാലത്ത് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് സങ്കല്പിക്കാൻ പറ്റും, മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ BJPയുടെ ഒരു അദാലത്ത്. അവിടെ ജനങ്ങൾ കഷ്ടപ്പാട് ദുരിതമായിട്ട് ജനങ്ങൾ എത്തുന്നു, എവിടെ? മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ. അപ്പൊ പിന്നെ പറയാനില്ലല്ലോ. ഏതായാലും ഇവരുടെ സർവേ അനുസരിച്ച് LDF സാധ്യതയുള്ള മണ്ഡലങ്ങൾ രണ്ടാമത് ധർമ്മടം, പിന്നെ തലശ്ശേരി, കോഴിക്കോട് നോർത്ത് കേട്ടോ, കോഴിക്കോട് നോർത്ത്, പിന്നെ എവിടെയാണ്? തിരൂര്, ഒല്ലൂര്, ഇരിങ്ങാലക്കുട, ആറ്റിങ്ങൽ, ഉടുമ്പൻചോല, ചടയമംഗലം, പാറശാല, നെടുമങ്ങാട്, പുനലൂർ, കോന്നി, പേരാമ്പ്ര. ഇനി UDF സാധ്യതയുള്ള മണ്ഡലങ്ങൾ പറയുന്നത് കാസർഗോഡ്, വണ്ടൂർ, നാദാപുരം, പെരിന്തൽമണ്ണ, വേങ്ങര, കോട്ടക്കൽ, തിരൂർ. നേരത്തത് LDF സാധ്യതയുള്ള തിരൂരല്ല, തരൂരാണ് കേട്ടോ, തെറ്റിപ്പോയതാണ് എനിക്ക്. തരൂരാണ് LDF സാധ്യത. UDF സാധ്യത തിരൂര്. പിന്നെ പുതുപ്പള്ളി, മണ്ണാർക്കാട്, ആലുവ, തൃക്കാക്കര, കടുത്തുരുത്തി, അമ്പലപ്പുഴ നമ്മളെ സുധാകരൻ സഖാവിന്റെ, കുട്ടനാട്, ചവറ, കൊല്ലം, ഇവിടെയൊക്കെയാണ് UDF സാധ്യതകൾ. ഇനി കടുത്ത മത്സരം നടക്കുന്നത് ഒന്ന് കുന്നമംഗലം കടുത്ത മത്സരമാണ്. ആരാണെന്ന് പറയാൻ പറ്റില്ല, പറയുന്നത് PT റഹീമിന്റെ മണ്ഡലം കേട്ടോ, കുന്നമംഗലം. പിന്നെ തൃപ്പൂണിത്തറ, നമ്മളെ K ബാബുവിന്റെ മണ്ഡലം തൃപ്പൂണിത്തറ. ആറന്മുള, വീണ ജോർജിന്റെ മണ്ഡലം ആറന്മുള. പിന്നെ കാട്ടാക്കട IB സതീഷിന്റെ മണ്ഡലം. ഈ മണ്ഡലങ്ങളിലൊക്കെ ആര് എന്ന് നിർണ്ണയിക്കാൻ പറ്റില്ല, അതാണ് മാതൃഭൂമി പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ നമുക്ക് ഏതായാലും നാളത്തെ ഒരു വിശകലനത്തിന് കൂടി കാത്തിരിക്കാം. അതുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം മാതൃഭൂമി പറയുന്നതിൽ എത്രമാത്രം. കാരണം ഈ തിരഞ്ഞെടുപ്പ് വിശകലനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ ഏറ്റവും പ്രധാനം ഇത് നടത്തുന്ന ആൾക്കാരുടെ രാഷ്ട്രീയ ചായ്വ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പൊ മാതൃഭൂമിയുടേതായ രാഷ്ട്രീയമുണ്ട്. മാതൃഭൂമി അത്രമാത്രം ഒരു UDF അനുകൂല പത്രമൊന്നുമല്ല. മാതൃഭൂമിയുടെ മനസ്സ് ഇടതുപക്ഷത്തിനൊപ്പമാണ്. മാതൃഭൂമിയിലെ പത്രപ്രവർത്തകരും ഇടതുപക്ഷത്തിന്റെ കൂടെയാണ് ഭൂരിഭാഗം ആൾക്കാരും. അതുകൊണ്ട് തന്നെ മാതൃഭൂമിയുടെ ഈ സർവേ എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ അനുകൂല സർവേ ആയിരിക്കും. എങ്കിൽ പോലും നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതുവരെ എത്രയാണ്? 26 സീറ്റ് ഇടതിന് നഷ്ടമെന്നാണ് ഈ സർവേ പറയുന്നത്. അപ്പൊ നമുക്ക് നാളത്തെ സർവേ കൂടി കാത്തിരിക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.